Hello, good morning to all my dear students. The last class we have discussed about the marginal rate of substitutions and properties or characteristics of indifference curve and the importance of indifference curve and the limitations or shortcomings of indifference curve. Indifference curve might be the difference between utility analysis and indifference curve. ഇൻഡിഫറൻസ് കർവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഏരിയയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ തന്നെയാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയും. ബഡ്ജറ്റ് ലൈൻ ഓർ പ്രൈസ് ലൈൻ എന്ന് പറയും. ബഡ്ജറ്റ് ലൈൻ ഓർ പ്രൈസ് ലൈൻ എന്നുള്ളത് എന്താണ്? ബഡ്ജറ്റ് ലൈൻ എന്നുള്ളതാണ്. എന്താണ് ബഡ്ജറ്റ് ലൈൻ? എന്താണ്? ദ ക്വാണ്ടിറ്റി ഓഫ് ടു ഗുഡ്സ് ബോട്ട് അറ്റ് ദർ ഫിക്സ്ഡ് പ്രൈസ് വിത്ത് ദി അവൈലബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് ഒരു സാധനം വാങ്ങുവാൻ നമുക്ക് രണ്ട് സാധനങ്ങൾ വാങ്ങുവാൻ കയ്യിലുണ്ട്. നമുക്ക് മുന്നിലുള്ളത് ഇപ്പോൾ ഒരു ആപ്പിളും ഓറഞ്ചും നമ്മൾ വാങ്ങണമെന്ന് കരുതിക്കോളും. ഒരു ആപ്പിളും വാങ്ങാണ്ട് ഓറഞ്ചും വാങ്ങുവാനുണ്ട്. നമ്മുടെ മുന്നിലുള്ളത് 1000 രൂപയാണ് കയ്യിലുള്ളത്, അല്ലെങ്കിൽ 500 രൂപ കയ്യിലുണ്ട്. ആപ്പിളിന് ഒരു കിലോന് 100 രൂപയാണ് വില, ഓറഞ്ചിന് കിലോന് 50 രൂപയാണ് വില. നമുക്ക് വേണമെങ്കിൽ 4 കിലോ ആപ്പിൾ വാങ്ങാം, 1 കിലോ ഓറഞ്ച് വാങ്ങാം. അല്ലെങ്കിൽ 3 കിലോ ആപ്പിൾ വാങ്ങാം, 4 കിലോ ഓറഞ്ച് വാങ്ങാം, അല്ലെങ്കിൽ 2 കിലോ ആപ്പിൾ വാങ്ങാം, 6 കിലോ ഓറഞ്ച് വാങ്ങാം. അത് എന്തും നമ്മളെന്താണ് ഈ 500 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെയും കോമ്പിനേഷൻ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാൻ പറ്റും, സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് മുന്നിലുള്ള ഒരു കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബഡ്ജറ്റ് ലൈൻ ഒരു ലൈൻ ഉണ്ട്. ദാറ്റ് ഈസ് ദ 500 റുപ്പീസ്. ആ 500 റുപ്പീസിലാണ് എന്നുള്ളത് നമ്മൾ മുന്നിലുള്ള കൺസ്ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഈ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടോ, ഈ ഒരു കാണുന്ന കോമ്പിനേഷൻ ഈ കാണുന്ന ലൈനാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ മുന്നിൽ നമുക്ക് മുമ്പുള്ള ലിമിറ്റഡ് ഇൻകം വെച്ചിട്ട് നമുക്ക് എത്ര പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള സൂചിപ്പിക്കുന്നത്. അതാണ് പറയുന്നത്, എവറി കൺസ്യൂമർ വാണ്ട്സ് ടു മാക്സിമൈസ് ഹിസ് യൂട്ടിലിറ്റി ഫ്രം എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ബൈയിങ് ഗുഡ്സ്, ബട്ട് എവറി കൺസ്യൂമർ ഹാസ് 2 ലിമിറ്റേഷൻസ്. വൺ ഹിസ് ലിമിറ്റഡ് ഇൻകം ആൻഡ് അതർ ഈസ് ദി പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. ഒന്ന് സാധനത്തിൻ്റെ വില, ഒന്നെങ്കിൽ സാധനം ഒരുപാട് വാങ്ങണമെന്നുണ്ടെങ്കിൽ വില കുറക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം കൂട്ടണം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള 2 ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് സാധനത്തിൻ്റെ ലിമിറ്റഡ് ഇൻകം ആൻഡ് ദി അതർ ഈസ് പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്, സാധനത്തിൻ്റെ വിലയും പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദി പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. നമ്മുടെ മുന്നിലുള്ള ഇൻകം. ഓൾ ദി കോമ്പിനേഷൻ ഓഫ് 2 കമ്മോഡിറ്റീസ് അവൈലബിൾ ടു ദ കൺസ്യൂമർ ഹൂസ് കമ്പൈൻഡ് പ്രൈസ് ഡു നോട്ട് എക്സീഡ് ഹിസ് ഇൻകം. അതാണ് നമ്മളെ പൈസയേക്കാൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ നമുക്ക് 6 യൂണിറ്റ് ആപ്പിൾ വാങ്ങുമ്പോൾ തന്നെ 600 രൂപ നമുക്ക് വാങ്ങാൻ കഴിയില്ല. സോ നമ്മളെ മുന്നിലുള്ള ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾ ദി കോമ്പിനേഷൻ ഓഫ് 2 കമ്മോഡിറ്റീസ് അവൈലബിൾ ടു ദ കൺസ്യൂമർ. ഈ 2 കമ്മോഡിറ്റിയുടെയും കോമ്പിനേഷൻ അവൈലബിൾ ആകും എങ്ങനെ? ഹൂസ് കമ്പൈൻഡ് പ്രൈസ് ഡു നോട്ട് എക്സീഡ് ഹിസ് ഇൻകം. ഈ കൂടി ചേർന്നിട്ടുള്ള വില എന്താൻ പാടില്ല? നമ്മൾ ഒരു പെയേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത്, ജോഡികൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ എമൗണ്ട് എന്നതിനേക്കാൾ കൂടാൻ പാടില്ല, നമ്മുടെ കയ്യിലുള്ള പൈസയേക്കാൾ വലിയ ഒരു എമൗണ്ടിലേക്ക് എത്താൻ പാടില്ല. വെൻ ജോയിൻഡ് ഫോം എ ബഡ്ജറ്റ് ലൈൻ ഓർ പ്രൈസ് ലൈൻ, സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു ദ പ്രൈസ് റേഷ്യോ ഓഫ് ദി 2 കമ്മോഡിറ്റീസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 2 സാധനത്തിൻ്റെയും പ്രൈസ് റേഷ്യോ ആണ് ഉദ്ദേശിക്കുന്നത്, ബഡ്ജറ്റ് ലൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്മോഡിറ്റി എക്സും കമ്മോഡിറ്റി വൈയും നമ്മുടെ മുന്നിലുള്ളത് എന്താണ്? നമ്മുടെ മുന്നിലുള്ളത് 100 രൂപയാണ്. അപ്പോൾ അതാണ്, സപ്പോസ് എ കൺസ്യൂമർ ഇൻകം ഈസ് 1000 റുപ്പീസ്, 1000 രൂപയാണ് നമ്മുടെ മുന്നിലുള്ള റേറ്റ്. ആൻഡ് ദ പ്രൈസ് ഓഫ് എക്സ് ആൻഡ് പ്രൈസ് വൈ പെർ യൂണിറ്റ് ആർ 25 and 10. അപ്പോൾ പ്രൈസ് എക്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 25 രൂപയാണ് വില എന്ന് പറയുന്നത്. 10 രൂപയാണ് എന്തിൻ്റെ വില? പ്രൈസ് ഓഫ് കമ്മോഡിറ്റി വൈയുടെ വില 10 രൂപയാണ്. അപ്പോൾ കമ്മോഡിറ്റി എക്സിൻ്റെ റേറ്റ് എന്താണ്? 25 രൂപയും കമ്മോഡിറ്റി വൈൻ്റെ വില 10 രൂപയാണ്. ദ കൺസ്യൂമർ ഹാസ് 3 alternatives ബിഫോർ ഹിം. എന്തൊക്കെയാണ്? ഹി ക്യാൻ ബൈ 100 യൂണിറ്റ്സ് ഓഫ് വൈ നോട്ട് എക്സ്. ഒന്നെങ്കിൽ 100 യൂണിറ്റ്, 10 രൂപേൻ്റെ സാധനം 100 യൂണിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 1000 രൂപയാകും. ഒന്നെങ്കിൽ അത് ഫുള്ളായിട്ട് വാങ്ങാം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് 10. അപ്പോൾ വേറെ എന്ത് വാങ്ങാൻ പറ്റില്ല? എക്സ്, കമ്മോഡിറ്റി എക്സ് എന്നുള്ള എന്തായിക്കാരം
സീറോ ആയിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുക അല്ലേ. കമ്മോഡിറ്റി എക്സ് എന്നുള്ളത് എന്തേക്കാരം സീറോ ആയിട്ട് ഇവിടെ കണക്കാക്കപ്പെടുന്നു. മറ്റേത് കമ്മോഡിറ്റി വൈ 100 എമൗണ്ട് വാങ്ങാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമ്മോഡിറ്റി ബി അല്ലേ 40 യൂണിറ്റ് എക്സ് എന്നുള്ള സാധനം മാത്രം വാങ്ങാം, 40 യൂണിറ്റ് വാങ്ങാം. അപ്പോൾ 40 × 25 = 1000 റുപ്പീസ്. ഈ 40ൻ്റെ ഒന്നുകിൽ 40 പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ വൈ എന്നുള്ളത് ഒന്നുകിൽ കമ്മോഡിറ്റി എക്സ് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ കമ്മോഡിറ്റി വൈ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ ഇതിനാണ് എന്താ പറയുക. അപ്പോൾ നമുക്കിങ്ങനെ ഈ രണ്ട് ലൈനുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റ് ലൈൻ കിട്ടും. ഇതാണെന്ത് ഈ ഒരു ലൈന് കിട്ടും. ഇതിനാണ് എന്താ പറയുക, ബഡ്ജറ്റ് ലൈൻ എന്ന് പറയാം. ഇനി ഇതിന് മുമ്പിലുള്ള ഓപ്ഷൻസ് എന്താണ്, ഒന്നെങ്കിൽ 75 യൂണിറ്റ് വൈ വാങ്ങാം, അപ്പോൾ 10 യൂണിറ്റ് എന്ത് ചെയ്യുന്നു നമുക്ക് എക്സ് വാങ്ങാം. അപ്പോൾ 75 × 10 750, 10 യൂണിറ്റ് എക്സും 10 × 25 250, അപ്പോൾ 1000 രൂപ കണക്കായി. ഒന്നെങ്കിൽ ഇങ്ങനൊരു കോമ്പോ വാങ്ങാം. അതല്ല എന്നുണ്ടെങ്കിൽ 50 യൂണിറ്റ് വൈ വാങ്ങാം. അപ്പോൾ 50 × 10 500, 20 × 25 500 അല്ല, ഇങ്ങനെ എന്ത് ചെയ്യാം ഒരു കോമ്പിനേഷൻ വാങ്ങാം. അതല്ല എന്നുണ്ടെങ്കിൽ 25 യൂണിറ്റ് വൈ വാങ്ങാം, 30 യൂണിറ്റ് എക്സും വാങ്ങാം. അപ്പോൾ 25 × 10 250, 30 × 25 750. അപ്പോൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെയൊന്ന് കോമ്പിനേഷൻ വാങ്ങാം. അതല്ല എന്നുണ്ടെങ്കിൽ വൈ വാങ്ങാതെ എക്സ് മാത്രം 40 യൂണിറ്റ് എക്സ് എന്ത് ചെയ്യാൻ വാങ്ങാം. അപ്പോൾ 1000 യൂണിറ്റ്. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക, വൈയും എക്സും മാത്രം വാങ്ങാം, അല്ലെങ്കിൽ 3 കോമ്പിനേഷനായിട്ട് എന്ത് ചെയ്യാം സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള വൈ മാത്രം വാങ്ങുന്നു ബി മാത്രം വാങ്ങുന്നത് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ലഭിക്കുന്നു. ഇത് എന്ത് പറയുക, ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നുള്ള കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എപ്പോഴാണ് ആകുക എന്നുള്ളതാണ് പറയാം. വെൻ കൺസ്യൂമർ ഗെറ്റ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഹി ഈസ് ഇൻ ഇക്വിലിബ്രിയം. അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താണ്, കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റാണ് എന്താ പറയുക സാധാരണ ഇക്വിലിബ്രിയം പോയിന്റ് എന്നറിയപ്പെടുക. പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകില്ല. നമ്മൾ പറയല്ലോ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ലെവലാണ് എന്ന് പറഞ്ഞാൽ അല്ലേ, പിന്നെ അങ്ങോട്ടേക്ക് പോകാനില്ല ഇങ്ങോട്ടേക്കും വരാനില്ല, അതാണ് കാര്യം പറയാം. അപ്പോൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ട് ഏറ്റവും മതിയായി ഇനി അങ്ങോട്ടില്ല, ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നൊരു പോയിന്റ് ഇതാണ്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്കില്ല, ഇനി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേറെ സംതിങ് റോങ് സംഭവിക്കുന്നുണ്ടാകുമ്പോൾ ആ സ്റ്റേജാണ് എന്താ പറയുക കൺസ്യൂമർ ഇക്വിലിബ്രിയം സ്റ്റേജ് എന്ന് പറയാം. വെൻ ദ ഇൻഡിഫറൻസ് മാപ്പ് ആൻഡ് ബഡ്ജറ്റ് ലൈൻ ആർ കമ്പൈൻഡ് ടുഗദർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കൺസ്യൂമർ ഇക്വിലിബ്രിയം. നമുക്ക് ഒരു ഇൻഡിഫറൻസ് മാപ്പിലാണ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബഡ്ജറ്റ് ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം നമുക്ക് കണ്ടെത്താൻ പറ്റും. നോക്കാം എന്തൊക്കെയാണെന്നുള്ളതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നുള്ളതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, എവറി കൺസ്യൂമർ ഹാസ് എ സ്കെയിൽ ഓഫ് പ്രിഫറൻസ്. എന്തുണ്ടായിരിക്കും, എല്ലാ കൺസ്യൂമേഴ്സിനും എന്തുണ്ടായിരിക്കും അവരുടെ ഒരു സ്കെയിൽ ഓഫ് പ്രിഫറൻസ്. ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ്, ഇങ്ങനെ ഒരു പ്രിഫറൻസിൻ്റെ സ്കെയിൽ ഉണ്ടായിരിക്കും. ഹി ഹാസ് ഗിവൺ ആൻ എമൗണ്ട് ഓഫ് ഇൻകം ടു സ്പെൻഡ്. ഒരു നിശ്ചിതമായിട്ടുള്ള പൈസയ്ക്കാൻ അയാളുടെ മുൻപിൽ എന്തുണ്ടായിരിക്കും ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഗിവൺ എമൗണ്ട് ഓഫ് ഇൻകം ആയിരിക്കും ഉണ്ടായിരിക്കുക. പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ആർ ഗിവൺ ആൻഡ് ആർ കോൺസ്റ്റൻറ്റ്. പ്രൈസ് എന്തേക്കാരം സ്ഥിരമായിട്ടുള്ള ഒരേ പ്രൈസിൽ എന്തുണ്ടാവില്ല, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകില്ല, അതാണ് പറഞ്ഞത്. ഗുഡ്സ് ആർ ഹോമോജീനിയസ് ആൻഡ് ഡിവിസിബിൾ. ഗുഡ്സ് എന്താണ് ഒരേപോലെയുള്ള സാധനങ്ങളേക്കാരം ഡിവിസിബിൾ നമുക്ക് ഇതാക്കാൻ പറ്റുന്നു, ഒരേപോലുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ദ കൺസ്യൂമർ ഈസ് റാഷണൽ ആൻഡ് ട്രൈസ് ടു മാക്സിമൈസ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമർ എന്തായിരിക്കും എപ്പോഴും റാഷണലായിട്ടായിരിക്കും ചിന്തിക്കുക, എന്ന് പറഞ്ഞാൽ വിവേകമായിട്ട് ചിന്തിക്കുന്നു. ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാൻ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് ആ രീതിയിലേക്കാണ് അയാൾ കാര്യങ്ങൾ നീക്കുന്നത്. 5 പോയിന്റുകളുള്ളത് എന്താണ്, എവരി കൺസ്യൂമർ ഹാസ് സ്കെയിൽ ഓഫ് പ്രിഫറൻസ്. എല്ലാ കൺസ്യൂമേഴ്സിനും എന്തുണ്ട്, ഒരു സ്കെയിൽ ഓഫ് പ്രിഫറൻസ് ഉണ്ടായിരിക്കും. ഹി ഹാസ് എ ഗിവൺ എമൗണ്ട് ഓഫ് ഇൻകം ടു സ്പെൻഡ്. അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കും ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ഇൻകം ഉണ്ടായിരിക്കും സ്പെൻഡ് ചെയ്യാൻ. പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ആർ ഗിവൺ ആൻഡ് ആർ കോൺസ്റ്റൻറ്റ്. പ്രൈസ് എന്തേക്കാരം സാധനത്തെ പ്രൈസ് എന്തേക്കാരം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഗുഡ്സ് ആർ ഹോമോജീനിയസ് ആൻഡ് ഡിവിസിബിൾ. സാധനത്തെ ഗുഡ്സ് പ്രൈസ് എന്തേക്കാരം ഹോമോജീനിയസ് ആയിക്കാരം, ഗുഡ്സ് ഹോമോജീനിയസ് ആയിക്കാരം, ഡിവിസിബിൾ ആയിരിക്കും. കൺസ്യൂമർ ഈസ് റാഷണലായിരിക്കും. ദെൻ നോക്കാം അതെങ്ങനെയായിരിക്കും നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ മുന്നിലുള്ളത് 2 കമ്മോഡിറ്റികളാണ്, കമ്മോഡിറ്റി എക്സ് ആൻഡ് കമ്മോഡിറ്റി വൈ എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലുള്ള ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ലൈനാണ്, ഈ സ്ട്രൈറ്റ് ലൈൻ കാണുന്നതാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ IC1, IC2, IC3 ഇൻഡിഫറൻസ് കർവ് 3 ഉണ്ട് അല്ലേ. ഇൻ ദി ഗ്രാഫ് ദർ ആർ ഇൻഡിഫറൻസ് കർവ്സ് അല്ലേ, 3 ഇൻഡിഫറൻസ് കർവ്. IC1, ദിസ് ഈസ് IC1, ഏറ്റവും താഴെയുള്ള IC1. ദെൻ സെക്കൻഡ് വൺ ഈസ് IC2, അതിൻ്റെ മുകളിലുള്ളത് IC2 ആൻഡ് തേർഡ് വൺ ഈസ് IC3 എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. ദീസ് കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് അല്ലേ, എന്താണ് 2 ഗുഡ്സുകളുടെ കോമ്പിനേഷൻ, കമ്മോഡിറ്റി എക്സും കമ്മോഡിറ്റി വൈയും, കമ്മോഡിറ്റി എക്സ് ആൻഡ്
കമ്മോഡിറ്റി എക്സ് ആൻഡ് കമ്മോഡിറ്റി വൈൻ്റെയും കോമ്പിനേഷനാണ് കാണിക്കുന്നത്. ഇതിലെന്തെന്നു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് കാണിക്കുന്നത് ബഡ്ജറ്റ് ലൈൻ വെച്ചുകൊണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇയാളുടെ നിശ്ചിതമായിട്ടുള്ളൊരു ഇൻകം വെച്ചിട്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഫസ്റ്റ് വെച്ചിട്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, അയാളെ ബഡ്ജറ്റ് ലൈനേക്കാൾ കുറഞ്ഞ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, സാധനം വാങ്ങാൻ പറ്റും അല്ലേ. ഇപ്പോൾ 1000 രൂപേൻ്റെ കണക്കാണെന്നുണ്ടെങ്കിൽ 1000 രൂപേൻ്റെ കുറവ് അളവിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, സാധനങ്ങൾ വാങ്ങാം. അതാണ് ഫസ്റ്റ് IC1. രണ്ടാമത് 1000 രൂപയുടെ ലെവലിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാങ്ങാൻ പറ്റും അല്ലേ. ഈ ലെവലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങാൻ പറ്റും. പിന്നെ 1000 രൂപയുടെ മുകളിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. ആ ബഡ്ജറ്റ് ലൈൻ്റെ മുകളിലേക്കുള്ളത് നമുക്ക് വാങ്ങാം. പക്ഷേ ക്രെഡിറ്റോ അല്ലെങ്കിൽ മറ്റൊരു ഇതിലേക്കാണ്. നിലവിൽ നമ്മുടെ മുന്നിൽ എന്ത് മാത്രമേ ഉള്ളൂ, നമ്മുടെ മുന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ്റെ ഉള്ളിലുള്ള പൈസ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ്റെ ആ ലെവലിലുള്ള സംഗതികൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ കണക്കാക്കുള്ളൂ. അപ്പോൾ ഇതാണ് IC ഇതാണ്. അപ്പോൾ ബഡ്ജറ്റ് ലൈന് ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്ത് ബഡ്ജറ്റ് ലൈന് ടാൻജിബിൾ ആയിട്ട് പോകുന്നൊരു പോയിന്റ് ഉണ്ടാവും അല്ലെ. ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ബഡ്ജറ്റ് ലൈനായിട്ട് മുട്ടുന്നു. അപ്പോൾ ഈ പോയിൻ്റാണ് എന്താ പറയുക, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയും. കാരണം എന്താണ്, ഇതാണ് നിലവിൽ ഇതിലൂടെ ഈ റൈറ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കടന്നു പോകാൻ പറ്റും. ഈ റൈറ്റിലൂടെ കടന്നു പോകാം. പക്ഷെ എന്താണ്, അത് മാക്സിമം ആണ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, പൈസ ഇനിയും ബാക്കിയുണ്ട്. പൈസ ഇനിയും ബാക്കിയുള്ളതുകൊണ്ട് തന്നെ സാറ്റിസ്ഫാക്ഷൻ ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. 750 റുപ്യൊക്കെ ചിലവാക്കിയിട്ടുണ്ടാവുള്ളൂ. 1000 റുപ്യ 250 രൂപ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അവിടെ നിന്ന് പോസിബിലിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിമിറ്റഡ് ഇൻകം വെച്ചിട്ട് അദ്ദേഹത്തിന് മാക്സിമം കിട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ലൈനിലാണ്. കാരണം എന്താണ്, ഇതിലൂടെയാണ് ബഡ്ജറ്റ് ലൈന് ടാൻജിബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻഡിഫറൻസ് കർവ് കടന്നു പോകുന്നു. അപ്പോൾ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടി ടാൻജിബിൾ ആയിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുക, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇതാണ് ഇക്വിലിബ്രിയം കമ്മോഡിറ്റി. എക്സ് എന്നുള്ള കമ്മോഡിറ്റി ഇക്വിലിബ്രിയം കമ്മോഡിറ്റിയും വൈൻ്റെ ഇക്വിലിബ്രിയം കമ്മോഡിറ്റിയും കാണുന്നത് ഈ കാണുന്ന ഈ അളവിലാണ്. നമുക്ക് നോക്കാം. In order to maximize satisfaction, the consumer will try to reach the highest possible inference curve, but he cannot reach IC3. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, IC3യിലേക്ക് എത്താൻ പറ്റില്ല. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റിലേക്ക് അങ്ങ് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ IC3 എന്നുള്ള ഈ പോയിന്റിലേക്ക് എത്താൻ പറ്റില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിന് മുമ്പിൽ ലിമിറ്റഡ് ഇൻകം മാത്രമേ ഉള്ളൂ. ഹിസ് ഇൻകം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ബഡ്ജറ്റ് ലൈൻ AB, സോ ഹി ഹാസ് ടു ചൂസ് ദാറ്റ് കോമ്പിനേഷൻ വിച്ച് ലൈസ് ഓൺ ദി ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലൈനിലുള്ള ബഡ്ജറ്റ് ലൈനിലുള്ള കോൺസെപ്റ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുള്ളൂ. So he has to choose that combination which lies in budget line. In the paragraph we can see that combination C and E and EF lie on the budget line അല്ലേ. നമുക്കത് ഇതാ ഇവിടെ C, ഇവിടെ സ്റ്റാർട്ടിങ് C, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് C, ഇവിടെ ടോപ്പിലാണ്, ഇവിടെ ടാൻജിബിൾ ആണ്. C എന്നുള്ളത് ടാൻജിബിൾ ആണ്. അതേപോലെ തന്നെ എഫും എന്താണ് ടാൻജിബിൾ ആണ് അല്ലേ. ആൻഡ് ഇയും ഈ പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, മുട്ടുന്നുണ്ട്. Budget line AB. These are affordable. He has to choose from this combination only. He will test each point, take C first. If you find that C lies on the lower inference curve അല്ലേ. അതുകൊണ്ട് ഇതിപ്പോൾ സിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സിയും ടാൻജിബിൾ ആണ്, എഫും ടാൻജിബിൾ ആണ്, അതേപോലെ തന്നെ ഇയും ടാൻജിബിൾ ആണ്. 3 പോയിന്റുകളും ഇതിൽ ടാൻജിബിൾ ആണ്. അപ്പോൾ സി നോക്കുന്ന സമയത്ത് സി നമുക്ക് എന്തിലാണ് കാണാൻ പറ്റുന്നത്, ലോവർ ഇൻഡിഫറൻസ് കർവിലാണ് കാണാൻ പറ്റുന്നത്. IC1ലാണ് സി ടാൻജിബിൾ ആകുന്നത്, എഫും IC1ലാണ് ടാൻജിബിൾ ആകുന്നത്. പിന്നെ ഹയർ ഇൻഡിഫറൻസ് കർവ് ഏതാണ്, IC2 ആണ്. അതിൻ്റെ പോയിൻ്റാണ് ഇ എന്നുള്ള പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് സിയും എഫും എടുത്തതിൽ വെച്ച് കഴിഞ്ഞാൽ അത് കിടക്കുന്നത് ലോവർ ഇൻഡിഫറൻസ് കർവിലാണ്. ആ ഒരു കാരണം കൊണ്ടാണ്. അതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതായിരിക്കും ഉണ്ടാക്കുക IC2. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഓരോ മുകളിലേക്ക് പോകുന്ന ഇൻഡിഫറൻസ് കർവ് എന്താണ്, ഹയർ സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് സൂചിപ്പിക്കുന്നത്. IC3 എന്നുള്ള ഇൻഡിഫറൻസ് കർവ് ഉണ്ട്, പക്ഷെ അവിടേക്ക് മുട്ടുന്നില്ല. എന്ത് വരുന്നില്ല, ബഡ്ജറ്റ് ലൈന് ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ ഈ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിഫറൻസ് കർവ് 1ൽ ബഡ്ജറ്റ് ലൈന് കമ്പൈൻ ചെയ്ത് പോകുന്നുണ്ട്, എഫിലും പോകുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ മുകളിലുള്ള IC2ൽ എന്തുണ്ട്, ഇനി ബഡ്ജറ്റ് ലൈന് കുറച്ചും കൂടി മുകളിലാണ് എന്ന് വരുന്നുണ്ടെങ്കിൽ IC3 ആയിരിക്കും എന്ത് ചെയ്യുക നമ്മൾ എടുക്കുക. കാരണം എന്താണ്, IC3യിൽ കമ്പൈൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതേക്കാൾ എന്ത് ചെയ്യുക, നമ്മൾ പോയിന്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ അറ്റ് പോയിന്റ് ഇ ബഡ്ജറ്റ് ലൈൻ AB ഈസ് ടാൻജന്റ് ടു ഇൻഡിഫറൻസ് കർവ് IC2. അതാണ് അറ്റ് പോയിന്റ് ഇ ദ ബഡ്ജറ്റ് ലൈൻ AB ഈസ് ടാൻജന്റ് ടു ഇൻഡിഫറൻസ് കർവ് IC2 അല്ലേ. ആ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബഡ്ജറ്റ് ലൈന് AB ബഡ്ജറ്റ് ലൈൻ AB എന്നുള്ള പോയിന്റ്, ഈ AB എന്നുള്ള പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, IC2ൻ്റെ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മുട്ടുന്നുണ്ട്, ടാൻ ചെയ്യുന്നുണ്ട്. ദസ് വി ക്യാൻ സേ ദാറ്റ് വിത്ത് ഗിവൺ ഇൻകം ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ്
the consumer will get maximum satisfaction at point E, where the budget line AB is tangent to indifference curve IC2. അപ്പോൾ ഈ പോയിന്റിലായിരിക്കും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന പോയിന്റ് എന്നെന്ത് ചെയ്യാൻ പറ്റുന്നു നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, ഇവിടേക്കാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്. കാരണം എന്താണ്, ഇതാണ് IC2 കിടക്കുന്നത്, മറ്റേ IC1 അതുകൊണ്ട് അവിടെ നമുക്ക് ഒന്നും കൂടി കൂടുതൽ ഇൻഡിഫറൻസ് കർവിന് എന്തുണ്ട്, സാറ്റിസ്ഫാക്ഷനുള്ള സാധ്യത അവിടെയുണ്ട് IC2. അതുകൊണ്ട് IC2 ആയിരിക്കും എന്ത് ചെയ്യുക ഇക്വിലിബ്രിയം പോയിന്റ്. അറ്റ് ദി ഇക്വിലിബ്രിയം പോയിന്റ് ഈ ദ സ്ലോപ്പ് ദ ബഡ്ജറ്റ് ലൈൻ ABS ഇൻഡിഫറൻസ് കർവ് IC2 ആർ ഈക്വൽ. ഓക്കെ, നോക്കിയാൽ മതി. ദെൻ നമുക്ക് തന്നെയാണ് ഈ സംഭവം തന്നെയാണ് ചെറുതായിട്ടൊന്ന് നോട്ടാക്കിയതാക്കുള്ളൂ. IC1 മൂന്ന് രീതിയിലുണ്ട്, IC1, IC2 ആൻഡ് IC3 കാണുന്നില്ല. ആർ ദ 3 ഇൻഡിഫറൻസ് കർവ് ആൻഡ് AB ഈസ് ദി ബഡ്ജറ്റ് ലൈൻ അല്ലേ. വിത്ത് ദ കൺസ്റ്റന്റ് ബഡ്ജറ്റ് ലൈൻ ദ ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് വിച്ച് എ കൺസ്യൂമർ കൺ റീച്ച് ഈസ് IC2. The budget line IC3. The budget line is in tangent to indifference curve IC2 at point E. This is the point of consumer equilibrium where the consumer purchases OM goods. ഈ പോയിന്റ് ഈ OM എന്ന് പറഞ്ഞാൽ O to M ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി X, O to N അല്ലേ. ഈ ഇക്വിലിബ്രിയം പോയിന്റ് എന്തുണ്ട്, OM എന്നുള്ള അടുക്കുന്നുണ്ട് ഇക്വിലിബ്രിയം കമ്മോഡിറ്റി ഓഫ് X അല്ലേ. ON ആയിരിക്കും ഇക്വിലിബ്രിയം കമ്മോഡിറ്റി ഓഫ് Y എന്ന് കണക്കാക്കപ്പെടുന്നത്. Then quantity of commodity X and commodity of Y. Then all the points of the budget line to the left to the right of point E will lies on lower indifference curve and thus indicate lower level of satisfaction അല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മുട്ടുന്നുണ്ട്, പക്ഷേ IC1ൻ്റെയും Pയിലും അതേപോലെ തന്നെ Gയിലൊക്കെ മുട്ടുന്നുണ്ട്. പക്ഷേ എന്താണ്, അത് ലോവർ ഇൻഡിഫറൻസ് കർവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആസ് ബഡ്ജറ്റ് ലൈൻ ക്യാൻ ബി ടാൻജൻറ്റ് ടു ഓൺ ആൻഡ് ഓൺലി ദ ഇൻഡിഫറൻസ് കർവ് കൺസ്യൂമർ മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ അറ്റ് പോയിന്റ് E when both conditions of consumer equilibrium are satisfied. ഇത്രയാണ് ഇതിലുള്ള കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന പോയിന്റ് ബഡ്ജറ്റ് ലൈനുമായിട്ട് ടാൻജിബിൾ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് ഏതാണോ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കാം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കുക. അത് മനസ്സിലാക്കുക. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.